നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. CR7 സമരം പ്രശ്നം നമ്മൾ ആദ്യം കരുതിയ അത്ര സിമ്പിൾ അല്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. അദ്ദേഹം കഴിഞ്ഞൊരു കളിക്ക് വിട്ടുനിന്നു, തൻ്റെ പ്രതിഷേധം അറിയിച്ചു. ഇന്നത്തെ കളിക്ക് അൽ ഇത്തിഹാദിനെതിരെ അദ്ദേഹം കളിക്കാൻ ഇറങ്ങുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഫബ്രീസിയോ റൊമാനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കളിക്കും അദ്ദേഹം കളിക്കില്ല എന്നാണ്. അൽ ഇത്തിഹാദിനെതിരെയുള്ള ഇന്നത്തെ മത്സരത്തിനും ക്രിസ്ത്യാനോ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ കാര്യം ഗൗരവതരമാണ്. അദ്ദേഹം ഇപ്പോഴും തൻ്റെ ഡിമാൻഡുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നത് തന്നെയാണ് വ്യക്തമാവുന്നത്. അങ്ങനെയെങ്കിൽ പ്രശ്നം ഗുരുതരമാണ്. നോക്കിയപ്പോൾ ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറ്റ് ലുക്സ് ലൈക്ക് ദി പ്രോബ്ലം ഈസ് ബിഗർ ദാൻ ഫസ്റ്റ് എക്സ്പെക്റ്റഡ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സൗദി ട്രാൻസ്ഫർ വിൻഡോ ഓൾറെഡി ക്ലോസ്ഡ് ആണ്. ഇനിയിപ്പോൾ ടീമിനെ റീഇൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ PIF എന്ത് മൂവ് നടത്തിയാലും CR7 ഈ സമരം കൊണ്ട് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി താരങ്ങളെ കൊണ്ടുവന്ന് സ്ക്വാഡ് ശക്തിപ്പെടുത്താൻ പറ്റില്ല. ക്രിസ്ത്യാനോ എന്തായാലും PIFന്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ക്ലിയർലി അപ്സെറ്റ് ആണ്. അത് ഫബ്രീസിയോ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ഇനി എങ്ങനെ എപ്പോൾ ഈ സിറ്റുവേഷൻ ക്ലിയർ ചെയ്യപ്പെടും എന്നതിൽ ഒരു വ്യക്തതയുമില്ല. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ക്രിസ്ത്യാനോക്ക് മുന്നിൽ ഇനി എന്താണ് വഴി എന്നുള്ളതാണ്. നമ്മളിത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. സൗദി പ്രോ ലീഗിലെയും മറ്റുമൊക്കെ ഈ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആയതുകൊണ്ട് ഇനി കാര്യങ്ങൾ മാറ്റം വരുത്താൻ പറ്റില്ല. സോ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനോ ഈസ് ഓൺലി ഹേർട്ടിങ് ഹിംസെൽഫ്. അദ്ദേഹത്തിന് സ്വയം പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നല്ലാതെ മറ്റൊന്നും ഇതുകൊണ്ട് ഗുണമില്ല. ക്രിസ്ത്യാനോയെ നമുക്ക് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ കളിക്കളത്തിൽ വേണം. കാരണം എന്താണെന്നറിയോ, അദ്ദേഹം വേൾഡ് കപ്പിനുള്ള പ്രിപ്പറേഷനിലാണ് ഉള്ളത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദിനമൊക്കെ കഴിയുന്ന ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന CR7 ജന്മദിന സമ്മാനം പോലൊരു മികച്ച പ്രകടനം ഇന്ന് അൽ ഇത്തിഹാദിനെതിരെ നടത്തി ആരാധകരെ സന്തോഷിപ്പിക്കുമെന്നാണ്. പക്ഷെ അദ്ദേഹം കളിക്കാൻ ഇറങ്ങുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ നിരാശയാണ്. സോ CR7 യഥാർത്ഥം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ഈ ആങ്കർ, ഈ ഒരു ദേഷ്യം അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചുവിട്ട് ഗോളുകൾ അടിച്ചുകൂട്ടി പക വിട്ടുകയാണ്, പ്രതികാരം ചെയ്യുകയാണ് വേണ്ടത്. പക്ഷെ അത് സംഭവിക്കുന്നത് കണ്ടറിയണം. ആൻഡ് ഓൾസോ he also has the World Cup to prepare for. അദ്ദേഹത്തിന് വേൾഡ് കപ്പിനായിട്ട് ഒരുങ്ങേണ്ടതുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കളിക്കാതിരിക്കുന്ന അദ്ദേഹത്തിന് എത്രത്തോളം ഗുണം ചെയ്യും എന്നതും ഒരു ചോദ്യമാണ്. സോ ഈ പ്രശ്നം എപ്പോൾ പരിഹരിക്കപ്പെടും എന്നത് ഇപ്പോൾ ഒരു വ്യക്തതയില്ലാതെ തുടരുകയാണ്. അൽ ഇത്തിഹാദിനെതിരെ അദ്ദേഹം ഇപ്പോൾ കളിക്കില്ല എന്നാണ് ഫബ്രീസിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നെങ്കിലും സൗദിയിൽ കൃത്യമായിട്ട് അവർ എഫേർട്ട് ഇടുന്നുണ്ട്. CR7 കൺവിൻസ് ചെയ്ത് വീണ്ടും കളിക്കളത്തിലേക്ക് എത്തിക്കാൻ, അറ്റ്ലീസ്റ്റ് ആ സ്റ്റേഡിയത്തിലേക്കെങ്കിലും ഒന്ന് എത്തിക്കാനുള്ള എഫേർട്ട് അവിടെ നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഒരു ശുഭവാർത്ത വരട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.